കുട്ടിന്റെ വിത്തുകളെല്ലാം വെറുതെ വരുന്നാണോ ചേച്ചി? പൈസ കൊടുക്കണോടാ മണ്ട. ഇതിലെന്തൊക്കെ പൂക്കളുണ്ടോ? പൂക്കളായ പൂക്കളൊക്കെ. മഞ്ഞ റോസാ ചെടിയുണ്ടോ? മഞ്ഞയില്ല, ഇളം ചുവപ്പും കടും ചുവപ്പും ഉണ്ട്. അപ്പുറത്തെ ശ്രീചേട്ടന്റെ വീട്ടിലുണ്ടല്ലോ മഞ്ഞ റോസ. ഡേയ്, അപ്പുറത്തെ കുശുശുവിന്റെ കൈ മഞ്ഞ റോസ് പൂ ഉണ്ടെന്ന് ഇവൻ പറയുന്നു, ശരിയാണോ? ഉണ്ടുണ്ട്, വലിയ ഒരെണ്ണം. എന്നാലത് വേണല്ലോടേ. എപ്പോഴാ ഒന്ന് കട്ടെടുക്കുക? പറ്റില്ല, മുറിക്കാത്ത ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുക. എന്നാ നിങ്ങൾ ചെന്നൊന്ന് ചോദിക്കേ, അതെനിക്ക് തരുമോന്ന്. ചെല്ല്. ഉഷമലരി, നീ ഇവിടെ നിക്ക്, എനിക്ക് കൂട്ടായിട്ട്. ശ്രീചേട്ടാ, ഗേളി ചേച്ചി ചോദിച്ചു ആ മഞ്ഞ റോസാ ചെടി ഒന്ന് കൊടുത്തേക്കുവന്ന്. ഗേളി ചേച്ചി അപ്പുറത്തെ ഡൽഹിയിൽ വന്ന നീയൊക്കെ ആരാടാ? അവളുടെ അണ്ടർ സെക്രട്ടറി കൊടുക്കേട്ടാ. ഗേളി ചേച്ചി അവിടെ വലിയൊരു തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ അവളോട് പോയി പറ എന്നോട് വന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ചിലപ്പോ കൊടുത്തെന്നിരിക്കും, ചിലപ്പോ കൊടുത്തില്ലെന്നിരിക്കും. ഇപ്പൊ വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട, അങ്ങനെ എപ്പോ വന്നാലും എന്നെ കാണാനൊക്കത്തില്ലെന്ന് അവളോട് പറഞ്ഞേരെ. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് പോട്ടെ, ഒരു 5 മണിക്ക് വരാൻ പറ. ശരി. ഓക്കെ? അങ്ങനെ എല്ലാരും കൂടെ വരണ്ട, അവളോട് ഒറ്റയ്ക്ക് വരാൻ പറ. നിനക്കൊക്കെ ഇപ്പൊ എന്നെ ഒരു മൈൻഡില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്കത് വേണ്ട ചേച്ചി. അതെന്താ? ആ ശ്രീയേട്ടന്റെ ഒരു ഗമ പറയുവാ. പസ്പസ് ശ്രീയേട്ടന്റെ മുമ്പിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. എന്നാലും തരാന്നൊന്നും പറഞ്ഞില്ല. ചിലപ്പോ തന്നിരിക്കും, ചിലപ്പോ തന്നില്ലെന്നിരിക്കും. അതും വെറുതെ അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. ടൈം ഫിക്സ് ചെയ്തിട്ട് വൈകിട്ട് 5 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ. 5 മണിക്കോ? എന്നാലും ചെന്ന് നോക്കാം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു. എന്തുവാ? ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന്. ഞാനപ്പുറത്തെ കുഞ്ഞുഞ്ഞമ്മ തോമസിന്റെ ഗ്രാൻഡ് ഡോട്ടർ. എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിലൊരു മഞ്ഞ റോസാച്ചെടി ഉണ്ട്. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ് വേണല്ലേ? അത് പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വരൂ, ഇരിക്കും പ്ലീസ്. ശരി. പേരെന്താ? ഗേളി. ഗേളി മാത്യു. സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ്പസ് എന്ന് വിളിക്കും, അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ, വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ, ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി. ഐ മീൻ ദ നേക്കഡ് ബോഡി. അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ. ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല. I am busy. You may go, please. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് പറ്റി വേണമെങ്കിലും വെച്ചോ. കാണാം. കാണാം. കാണാം.
ഏയ് ഹായ് അമ്മ. അല്ല ജപ്പ കയറിപ്പോയി മുകളിലോട്ട്. അല്പനേരമായി. ശ്രീകുമാർ പറഞ്ഞിട്ട് വന്നതാ. ഞാൻ കേളിയാ, മണിക്കുട്ടിയുടെ മകള്. അത് മനസ്സിലായി. എന്തിനാ മോളി പോയത്? ശ്രീയെ കാണാൻ. ആ പിന്നെ വല്യമ്മച്ചി പറഞ്ഞിരുന്നു എന്റെ മമ്മിയും അമ്മയൊക്കെ വലിയ കൂട്ടുകാരികളായിരുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് മോളി പോയാ പോരായിരുന്നോ? ഞാൻ വന്നപ്പോ അമ്മയെ കണ്ടില്ല. ഐ എം സോറി. എന്നാലും അന്വേഷിക്കാമായിരുന്നു. ആട്ടെ, എന്തിനാ വന്നേ? ശ്രീയുടെ കയ്യിലൊരു റോസാച്ചെടി ഉണ്ട് അമ്മേ, അതൊന്നും എനിക്ക് തരാൻ പറ. ഞാനവിടുത്തെ തോട്ടമൊക്കെ ശരിയാക്കുകയാണ്. ആഹാ, അത്രേ ഉള്ളോ? എടാ ശ്രീ, എന്താ? ദേ നോക്ക്, നിനക്ക് എന്തിനാ റോസ് ചെടി? അത് അവക്ക് അങ്ങ് കൊടുത്തൂടെ? എനിക്ക് മനസ്സില്ല. അമ്മ ഇതിൽ ഇടപെടൊന്നും വേണ്ട. ആ പിന്നീട് പോകാൻ പറ. ഓ പിന്നെ ദേ നമ്മുടെ മണിക്കുട്ടിയുടെ മോളാ. ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. നീ വാ മോളെ. അതുകൊണ്ടാ വളയാത്ത. എന്നാടാ ഇത്ര പരവേശപ്പെട്ടു? പിന്നെ ഈ ഗൾഫിലൊക്കെ ഒരു തരം കൂളിംഗ് ഗ്ലാസ് കിട്ടുമോ? പിന്നെ റേബൺ, പെർസോൾ, കരേര, ഒരുപാട്. അതല്ലടാ, ഈ കണ്ണി വെച്ച ഡ്രസ്സൊന്നും കാണാത്തത്. ആ ഉണ്ട്. നീ വല്ലതും കണ്ടോ? അല്ല, ഡ്രസ്സ് ഒന്നും കാണാൻ പറ്റത്തില്ലേ? ഒരു വാ കാണാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് തുണിയില്ലാതെ കാണാം. പക്ഷെ ഒന്നുണ്ട്, കറുപ്പിലൂടെ അവൻ കടന്നു പോകത്തില്ല. പിന്നെ വല്ല കറുത്ത കരടോ അങ്ങനെ വല്ല കൊണ്ടേ കാണാൻ പറ്റും. എനിക്ക് അവരെണ്ണം സംഘടിപ്പിക്കണമല്ലോ. അയ്യോ, ഒരു രക്ഷയില്ല. കസ്റ്റംസിൽ പിടിച്ച ഡ്യൂട്ടി ഒന്നുമല്ല, അപ്പൊ അറസ്റ്റ് ചെയ്താകത്ത. അല്ല, നീ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല, നീ ആ കണ്ണാടി വെച്ച് അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്റെ കംപ്ലീറ്റ് കാണാൻ നോക്കൂ. കംപ്ലീറ്റ് നല്ല മണിമണി പോലെ കാണാൻ പറ്റും. അയ്യേ, എന്താ? എന്ത് പറ്റിയടാ? ഇവിടെ ഒരു പെണ്ണ് എന്റെ എല്ലാം കണ്ടു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ണാടി വെച്ച് അവളുടെ ചുറ്റും നടന്ന് അവളെ ശരിക്കൊന്നും കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്കും. കരിങ്ങാലികളെ, എന്തുവാ തപ്പുന്നേ? മിണ്ടത്തില്ലല്ലേ? എന്തിനാ അവളുടെ ബാഗിൽ തപ്പിയെന്ന്? മായിന്ദ്രങ്ങളെ, നിങ്ങളെല്ലാം ചുട്ടുകളയും, ചുട്ട്. കാശിനാ. കാശിന പൈസയോ? എന്തിന്? അപ്പുറത്തെ ശ്രീയേട്ടൻ ചീട്ടുകൊണ്ടൊരു വേല കാണിക്കും. ഞങ്ങളുടെ മറ്റു പിള്ളേരുടെ ഒരുപാട് കാശ് തട്ടിയെടുത്തിട്ടുണ്ട്. ചീട്ട് വെച്ച് എന്ത് വില? 3 ചീട്ടുകൊണ്ടുള്ള വേലയാ. എപ്പോഴും ശ്രീയേട്ടനാ ജയിക്കാറ്. മണ്ട, പൈസ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരെ. എന്തിനാടാ കക്കാൻ നടക്കുന്നേ? നിങ്ങളുടെ എത്ര പൈസ പോയിട്ടുണ്ട്? കൊറേ പൈസ പോയിട്ടുണ്ട്. ദേ വല്യമ്മച്ചി, ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നീ കളയാൻ പോയാ? ഞാനോ? ഗേളിയോ? ശ്രീചേട്ടാ, എന്താ? കളിക്കാവുന്നതാ. ദേ കാശ്. ദേ. ഓക്കെ, വാ കളിക്കാം. എത്ര പൈസക്കാ കളി? 25 പൈസയ്ക്ക്. വേണ്ടല്ലോ. എയ്സ്, കിങ്, ക്യൂൻ. എയ്സിന്റെ മുകളിൽ 25 പൈസ വെച്ചാ 50 പൈസ കിട്ടും. കിങ്. ആ, ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ആർക്കും വെക്കാം. 25 പൈസ വെച്ച 50 പൈസ കിട്ടും. 25 പൈസ വെച്ച 50 പൈസ. 5 രൂപ വെച്ചാ 10 രൂപ കിട്ടൂ. 10 രൂപ വെച്ചാ 20 കിട്ടൂ. 5 രൂപ വെച്ച 10 രൂപ, 10 രൂപ വെച്ച 20 രൂപ. ആ, വെച്ചേ. ആർക്കും വെക്കാം. ആ, വെക്കേ. 5 രൂപ വെച്ച 10 രൂപ, 10 രൂപ വെച്ച 20 രൂപ. ദാ കണ്ടല്ലോ. ഇനി കളിയില്ല, അത്യാവശ്യം സ്ഥലത്ത് പോകാനുണ്ട്. പൊയ്ക്കോ, സമയം കളയണ്ട. ഏതായാലും ഐസ്ക്രീം കുടിക്കാന്ന് കുശുകുശുവിന്റെ കാശ്. മഞ്ഞ റോസ് എപ്പോഴാ തരിക? ഞാൻ തോറ്റ് തൊപ്പിയിടുമ്പോ. ഓക്കെ,
വിഷു കൂട്ടാ. നീ ആവശ്യമില്ല വിഷമിക്കാരിയടാ, നമുക്കാണോ ഒതുക്കാന്ന്. എടാ സത്യം പറഞ്ഞാലേ അവള് മുമ്പിൽ വരുമ്പോ എനിക്കൊരു വിറയല. നീ തരത്തിന് കിട്ടുമ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്താൽ മതി, പിന്നെ താനെ താഴെ കിടക്കും. അതെങ്ങനെ അവള് മറ്റേത് വെച്ചോണ്ടല്ലേ നടക്കുന്നത്? ഇതുവരെ അതൊന്നും അടിച്ചെടുക്കാൻ പറ്റില്ല. നീ പിള്ളേരെ ചാക്കട്. അവന്മാരെല്ലാം അവളുടെ പക്ഷത്താ. പണ്ടൊക്കെ ഞാൻ ഒരു വിസിലടിച്ചാലേ അവന്മാർ ഓടി വന്ന് ഷൂ വരെ തുടച്ചു തരുമായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു വിസിലടിക്കുമ്പോ അവള് 2 എണ്ണം അടിക്കും, അവന്മാരെല്ലാം അങ്ങോട്ട് ഓടും. നീ കൂട്ടത്തിൽ ഒരുത്തനെ ചാക്കട്. എങ്ങനെ? വഴി ഉണ്ടാക്കാം. വീട്ടില് ഉറുമ്പിൻ കൂടെ ഉണ്ടോ? എന്തിനാ? ഉണ്ടോന്ന്? എന്നാ പണി പറ്റിക്കാം. എന്നാണ് ഒറ്റയ്ക്ക് കാണിക്കുന്നത്? ഇത്ര ആയല്ലോ, നോക്കി എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. മുട്ടയെന്ന് എരിഞ്ഞില്ല, അതിനു മുമ്പേ പമ്മി പതുങ്ങി വന്ന്. നീ ഭയങ്കരനാണല്ലോടാ. കരയൊന്നും വേണ്ട, കള്ളം പറയുന്ന നീ. ഉറുമ്പഴിച്ചെങ്കി വാ, ആശുപത്രി കൊണ്ട് കുത്തു കഴിക്കാം. അപ്പൊ നീ കള്ളാ പറഞ്ഞ നാണക്കേട്, ദോഷം കിട്ടും നിനക്ക്. ഞാനിപ്പോ എല്ലാവരോടും വിളിച്ചു പറയുമ്പോ ഇവനായതുകൊണ്ട് ആരും പറയണ്ട. ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി, ആരും പറയത്തില്ല. കേക്കോ? കേക്കോ? നിന്റെ കേളി ചേച്ചി ഉണ്ടല്ലോ, അവളുടെ ബാഗിനകത്ത് ഒരു പച്ച കണ്ണാടി ഉണ്ട്. ആരും കാണാതെ അതെടുത്ത് നീ എന്റെ വീട്ടിൽ കൊടുത്തരണം. ചെല്ലേ. നീ ആ കണ്ണാടിയെ വെച്ച് ആരും നോക്കുകയൊന്നും ചെയ്യരുത്. നിന്റെ കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. പോ. എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ? നീ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരേ. ഒന്ന് നോക്കട്ടെ. എന്റെ ഐഡിയ അല്ലേ ശ്രീകുട്ട? പ്ലീസ് ഒരു കൂളിംഗ് ഗ്ലാസ്. ഒന്ന് കാണിക്കും മോനെ. നോക്കിട്ട് തരാന്നേ. നീ വയ്ക്കാൻ പാടില്ല അമ്മേ. അമ്മേ അയ്യോ കൊള്ളാലോ ഇത്. എവിടുന്ന് വാങ്ങിച്ചു? ശ്രീ, നല്ല കണ്ണാട കേട്ടോ. ആ നന്നായിട്ട് കാണാം കേട്ടോ. നല്ല ഭംഗി. കൊള്ളാലോ ഇത്. ഞാനൊന്ന് നോക്കട്ടെ. എന്ത് നല്ല ഭംഗി. കുഴപ്പം വല്ലതും ഉണ്ടോ അമ്മേ? എന്ത് കുഴപ്പം? ഇങ്ങോട്ട് നോക്കാതെ. ഒരു കുഴപ്പമില്ല അമ്മേ. ഒരു കുഴപ്പമില്ല. എല്ലാം കാണാവോ? യെസ് കാണാലോ. അമ്മയുടെ സാരി ആണോ? സാരി കാണാലോ. ബ്ലൗസോ? ബ്ലൗസും കാണാം. നിനക്ക് എന്താടാ? എന്റെ ഷർട്ടിന്റെ ഈ കൈ കാണോ? കാണാം. എന്ത് കളറാ? നീല. സത്യമായിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കണ്ണാടിക്ക് എന്താണ് ഒരു കുഴപ്പം? കണ്ട അമ്മേ, ഇതെന്റെ കൂളിംഗ് ഗ്ലാസ്. ശ്രീ ആ ഉഷമലരെ കൊണ്ട് കട്ടെടുപ്പിച്ചതാ. ഇനി തന്നേരമ്മേ. ഇതാ മോളെ, നീ എടുത്തോ. എടാ നിനക്ക് വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചാ പോരെ? അല്ല, ഇത് വേണമെങ്കിൽ എടുത്തോട്ടെ. ഇന്ന് ശ്രീ വെച്ചോ. വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താ മതി. ഇന്ന വേണ്ട. അല്ല, ആഗ്രഹിച്ചതല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ പോട്ടെ.
അമ്മേ, അടുത്ത ആഴ്ച ക്രിസ്മസാ. വല്യമ്മച്ചി 17 വർഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാത്തതല്ലേ. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഞങ്ങൾക്ക് ക്രിസ്മസാ. അമ്മ വരണേ. തീർച്ചയായിട്ടും ശ്രീ. മോളെ. ശ്രീയും വരണം. ഞാൻ മറ്റന്നാ ദുബായിക്കും, അല്ലെങ്കിൽ വരായിരുന്നു. ക്രിസ്മസ് ദിവസം എന്റെ പിറന്നാൾ കൂടിയാണ്. ശ്രീ വരുമോ? ഞാൻ പോട്ടെ. ആ ദേ ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ? ഇങ്ങനെ ക്ലാസ് ഒന്നുമില്ല, ചുമ്മാ പറയുന്നതാ. എന്താ പുളു.